കൂട്ടുകാരെ, ഞങ്ങൾ ഇനി മറൈൻ ഡ്രൈവിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ അന്നേരം ഇപ്പം ഞാനിത് പണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടേക്ക് വന്ന് പോയിട്ടുള്ള ഒരു 10-17 വർഷം മുൻപൊക്കെ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് പോയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ മക്കളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചേട്ടനും മക്കളും ആദ്യമായിട്ട് കാണുന്ന കാരണം അവർ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിത് ശരിക്കും എൻജോയ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ പോകാനുള്ള തീരുമാനത്തിലാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ കയറി, എന്താ പറയുക, മക്കളും അതിൻ്റെ പുറകെ കയറി. ഒരുപാട് പേരുണ്ട്, നല്ല തിരക്കാണ്, ഓണസമയമല്ലേ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി ഇറങ്ങുവാണ് കേട്ടോ. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള തിരക്കാണ് കേട്ടോ. വിശന്നിട്ട് വയ്യ, കാരണം എന്താ വെച്ചാൽ ഉച്ചയായി. ഇനി നോക്കി കഴിഞ്ഞാൽ ചിലപ്പം വയ്യ അങ്ങനത്തെ, കാരണം ഒരുപാട് നടന്ന് ഞങ്ങൾ. അപ്പം നമ്മൾ അങ്ങോട്ട് മറൈൻ ഡ്രൈവ് ഇറങ്ങി ചെല്ലുന്നോട് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞേക്കാൾ ഉപരി എല്ലാവിധ സജ്ജീകരണങ്ങൾ, അതായത് പലചരക്ക് മുതൽ പലവ്യഞ്ജനങ്ങൾ മുതൽ പച്ചക്കറി, അങ്ങനത്തെ എല്ലാ ഐറ്റംസ്, ഫ്രൂട്ട്സ് ഐറ്റംസ്, നമുക്കൊരു വീട്ടിലേക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ആ കടയിൽ നിന്ന് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ എക്സലേറ്ററിലാണ് കയറാൻ വന്നത്. അപ്പം അന്നേരം പിള്ളേർക്ക്, കുഞ്ഞുമോൾക്കൊക്കെ കയറാനായിട്ട് ഭയങ്കര പാടായിരുന്നു, മാളുവിന് കേട്ടോ. പിന്നെ ജോബിന് കയറാൻ നോക്കും, തിരിച്ചോടിപ്പോരും. ഞാനും പെട്ടെന്ന് തന്നെ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ആ കയറിയതിൻ്റെ ഒരു ഇതിലൊക്കെ ആയിരുന്നു. ഞാനും അങ്ങ് മുകളിലെത്തി കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഒരു കുഴിമന്തിയും, പിന്നെ ചേട്ടനാണെങ്കിൽ ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടന് പായസത്തോട് കൂടി ഒരു ചോറും, പായസം ഓൾറെഡി അവർ തന്നതാണ് കേട്ടോ, ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. ചോറും ഓർഡർ ചെയ്തു. അപ്പോൾ ഒരു ഫുൾ കുഴിമന്തിയാണ് കേട്ടോ. 799 രൂപയാണ് അവർ പറഞ്ഞത്. ഒരു ഫുൾ കുഴിമന്തിയും പിന്നെ ചോറും കൂടിയിട്ട്. അപ്പോൾ ഞാൻ കൈ കഴുകാൻ വന്നു കഴിഞ്ഞപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ കേട്ടോ. അപ്പോൾ വേറൊരു സംഭവം ഞാനിവിടെ പുതിയതായിട്ട് കണ്ടത്, അത് പലയിടത്തും കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അവരവിടെ വെച്ചിരിക്കുന്ന ആ സംഭവത്തിൻ്റെ ഒരു ഇതാ പറഞ്ഞാൽ ഈ സംഭവം കേട്ടോ. ഇത് നമ്മുടെ കൈ ഉണക്കാനുള്ളൊരു മിഷനാണ്. കയ്യെ കഴുകി കഴിഞ്ഞിട്ട് ചിലർക്ക് തോർത്തിൽ തൂക്കാൻ അല്ലെങ്കിൽ തൂവാരയൊന്നും ഇല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവത്തിലൊക്കെ വെച്ച് കൈ ഉണക്കിയിട്ട് അവർക്ക് ഇറങ്ങിപ്പോകാം. പിന്നെ ടിഷ്യൂ പേപ്പർ എടുക്കുന്ന ഒരു മെത്തേഡാണിത്. നമ്മൾ ഈ മറ്റേ പ്രിൻറ്റിങ് സെക്ഷനിൽ നിന്നൊക്കെ സാധനങ്ങൾ വലിച്ചെടുക്കില്ല, അതുപോലെയാണ് കേട്ടത്. അത് വലിച്ചു പഠിക്കണം, കുറേ അങ്ങോട്ട് പറഞ്ഞു പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ സംവിധാനങ്ങൾ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്തെ പിള്ളമാർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും കൂടി എക്സലേറ്ററിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു താഴേക്ക് അപ്പുറത്ത് ഗോവണിയാണ്, അപ്പോൾ അതുവഴി ഇറങ്ങിപ്പോയിട്ട് അവർ വീണ്ടും കയറി വരുന്നൊരു ദൃശ്യമാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം ആദ്യം കയറിയപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ അവർ മനസ്സറിഞ്ഞുകൊണ്ട് കയറി വന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് മിഠായിയും നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൽത്തമാറിൽ നിന്നൊക്കെ കാണുന്ന ഒരു സ്റ്റൈലൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. ഇനി ഞങ്ങൾ അവിടത്തേക്ക് പോകാനുള്ള ബസ് കയറി കേട്ടോ. ഇനി നമ്മൾ ബസ്സിലാണ് ഇപ്പോൾ യാത്ര. അപ്പോൾ ചുറ്റോറും വെള്ളമാണ്. നമ്മൾ എന്താ പറയുക, രണ്ട് സൈഡും എങ്ങും എന്താ പറയുക, നമുക്ക് കര കാണാൻ പറ്റാത്ത ലെവലിലുള്ള വെള്ളമാണ് രണ്ട് സൈഡിൽ. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഈ പാലം പോയിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ദൂരമുണ്ട് ഈ പാലം, നമുക്ക് പേടി വരും. എങ്കിലും ഞങ്ങളിത് പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത വിശേഷം അടുത്ത എപ്പിസോഡിൽ.